എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു മാസത്തിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു വീഡിയോ. കുറേ പേർക്കൊക്കെ എൻ്റെ ക്രാഫ്റ്റ് മിസ് ചെയ്യുന്നു എന്ന് എനിക്കറിയാം. പക്ഷേ എന്താ ചെയ്യുക, എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രാർത്ഥനാസ് വേൾഡിലാണെങ്കിൽ ഒരു ദിവസം കൂടുമ്പോഴൊക്കെ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടെ അങ്ങോട്ട് കൂട്ടി മുട്ടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ക്രാഫ്റ്റ് ആകുമ്പോൾ കുറച്ചുകൂടെ സമയം എടുക്കുമല്ലോ നമുക്ക് ചെയ്യാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഞാൻ മാക്സിമം ശ്രമിക്കാം കേട്ടോ, ഇടയ്ക്കെങ്കിലും ഒരു വീഡിയോ ആയിട്ട് വരാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കുക. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, ഈസി ആയിട്ടുള്ളൊരു ക്രാഫ്റ്റ് കേട്ടോ. അപ്പോൾ കണ്ടിട്ട് അഭിപ്രായം പറയണം. അതുപോലെ ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് കുറച്ച് ടിഷ്യൂ പേപ്പർ വേണം. അപ്പോൾ നന്നേ നൈസായിട്ടുള്ള ടിഷ്യൂ അല്ല, ഇതുപോലത്തെ കുറച്ചൊരു കനമുള്ള ടൈപ്പ് ടിഷ്യൂ ആണ് നല്ലത് കേട്ടോ. ഇങ്ങനത്തെ പീസാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു 1-2 എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നിവർത്തിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു ടിഷ്യൂനെ നമുക്ക് 4 കട്ട് ചെയ്യാം. ഇപ്പോൾ 4 പീസിൽ നിന്ന് ഒരു പീസ് എടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് ഇതുപോലത്തെ ഒരു പെന്നാണ്. ഈ ഒരു പെന്നെടുത്തിട്ട് ഇതിൻ്റെ നടുയിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ചുരുട്ടി പിടിക്കുക. കണ്ടോ, ഇങ്ങനെ കറക്റ്റായിട്ട് ഇതേ രീതിയിലൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടിഷ്യൂ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ പെട്ടെന്ന് തന്നെ വന്നോളും. എന്നിട്ട് നമ്മൾ ഈ ഒരു അടിഭാഗത്തെ ഷേപ്പ് പോകാണ്ടിരിക്കാനായിട്ട് ലേശം ഫെവിക്കോൾ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ഫെവിക്കോൾ ആക്കരുത് കേട്ടോ, ചെറുതായിട്ട് മാത്രം ഒന്ന് ടച്ച് ചെയ്തിട്ട് അതൊന്ന് ഉണക്കാൻ വയ്ക്കുക. പെട്ടെന്ന് തന്നെ ഡ്രൈ കിട്ടും. പിന്നെ ഒരുപാട് ആക്കി കഴിഞ്ഞാൽ അത് കീറും കേട്ടോ. ടിഷ്യൂ അല്ല, തീരെ കനം കുറവാണ്. അപ്പോൾ അതൊന്ന് ഉണങ്ങിക്കഴിയുമ്പോൾ ഇതുപോലെ ആ പെന്നെ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു രീതിയിലാണ് ഇത് ഉണ്ടാവുക. ഇനി നമ്മൾ ഇതിങ്ങനെ പിടിച്ചിട്ടില്ലേ, ഇതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ഒന്ന് ചരിച്ചിട്ട് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് എത്രത്തോളം വലിയ ഫ്ലവർ വേണോ അതിനനുസരിച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വളച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. കണ്ടില്ലേ? ഇനി നമുക്ക് ഇത് ഒന്നിങ്ങനെ വിടർത്തിയിട്ട് വീണ്ടും ഈ പെന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വെച്ച് കൊടുക്കണം. ഇങ്ങനെ വെച്ച ശേഷം നമ്മൾ കൈ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ആ മുകൾ ഭാഗം ഇങ്ങനെ ഒന്ന് വിടർത്തി കൊടുക്കുക. ആ ഫ്ലവറിൻ്റെ ഒരു മുകളിലത്തെ പോലെ ഇങ്ങനെ ഏകദേശം വരും. അപ്പോൾ കണ്ടില്ലേ, ഈ രീതിയിൽ ഇട്ടാൽ അപ്പോൾ കൈ കൊണ്ട് അടിയിൽ ഇങ്ങനെ പിടിക്കണം, എന്നാലേ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ കണ്ടോ, ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് വന്നില്ലേ. എന്നിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് കൂടുതലായിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് റൗണ്ടാക്കി കൊടുക്കുക. അടുത്തത് നമുക്ക് സെൻറ്ററിലൊന്ന് കളർ ചെയ്യണം. അപ്പോൾ ഞാൻ റെഡ് സ്കെച്ച് പെൻ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ സ്കെച്ച് പെന്നോ വാട്ടർ കളറോ അല്ലെങ്കിൽ നമ്മുടെ ഫാബ്രിക് പെയിൻറ്റോ ഏത് പെയിൻ്റ് ആയാലും കുഴപ്പമില്ല. നമുക്ക് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ റെഡാണ് ചെയ്യണത്. അപ്പോൾ മാക്സിമം ഇങ്ങനെ കുറച്ചൊന്ന് ഡാർക്കാക്കി കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അങ്ങനെ ഫുള്ളും ചെയ്യട്ടെ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി ഈ പെന്നിൽ ഇത് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കുക. കണ്ടോ, അപ്പോൾ നല്ലൊരു ഫ്ലവർ ആയില്ലേ കാണാനായിട്ട്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വൈറ്റ് ഫ്ലവർ ആയിട്ടുണ്ട്. അപ്പോൾ എത്ര ഈസി ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ കൈ പിടിച്ചിട്ട് ഒന്ന് ശരിയാവാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കറക്റ്റാക്കി നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്താൽ മതി. കണ്ടില്ലേ? അപ്പോൾ ഇനി ബാക്കിയും കൂടെ ചെയ്യാം. അപ്പോൾ അടുത്തതിന് ഇതുപോലെ ഒരു പീസ് എടുത്തു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പെന്ന് വെച്ച് ഇങ്ങനെ ഷേപ്പ് ചെയ്തു. പിന്നെ കുറച്ച് ഗം എടുത്തിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു. അത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവുന്ന സമയത്ത് അത് പുറത്തേക്ക് എടുത്തിട്ട് ഇതുപോലെ മുകൾ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്തു. പിന്നെ അത് തുറക്കുക. വീണ്ടും ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ പെന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ മുകൾ ഭാഗം ഒന്ന് വിടർത്തി കൊടുക്കുക. പിന്നെ സ്കെച്ച് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ ഫ്ലവർ. എന്നിട്ട് ലാസ്റ്റ് ഈ പെന്നങ്ങോട്ട് പുറത്തേക്ക് എടുക്കുക. ഇപ്പോൾ ഇത്രയും പൂക്കൾ ഞാൻ ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള ഒരു ഫ്ലവർ മേക്കിംഗ് ആണല്ലേ. ഇനി നമുക്ക് ഇത് ഒട്ടിക്കാനായിട്ട് എന്തെങ്കിലും വേണ്ട, ഒരു തണ്ട് വേണ്ട ഇതിന്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു കമ്പി എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഈർക്കിളിയായാലും മതി. ഇനി ഞാൻ അതിൽ ഇതുപോലത്തെ ഗ്രീൻ ടേപ്പില്ലേ, ഈ ഒരു ടേപ്പ് വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫുള്ളൊന്ന് ചുറ്റിട്ട് അപ്പോൾ ഒരു 2-3 എണ്ണം, ഒരു 3-4 എണ്ണം നമുക്ക് ഇതേ രീതിയിലൊന്ന് ചുറ്റിയെടുക്കാം. എന്നിട്ട് ഈ ഫ്ലവറൊക്കെ ഒന്ന് ഒട്ടിച്ച് അറേഞ്ച് ചെയ്യാൻ നല്ല ഭംഗിയിൽ. അപ്പോൾ ഞാൻ കമ്പിയുടെ തുമ്പത്ത് ഇങ്ങനെ ഗമ്മാക്കിയിട്ട് നമ്മുടെ ഫ്ലവറിനെ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ തുമ്പത്ത് ഒരെണ്ണം ഒട്ടിക്കുക, പിന്നെ കുറച്ച് താഴെയായിട്ട് ഒരെണ്ണം ഒട്ടിക്കുക. അങ്ങനെ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. നിങ്ങൾക്ക് ഫെവിക്കോൾ വെച്ചിട്ടാലും ഒട്ടിക്കുക. ഞാനിപ്പോൾ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തേ ഉള്ളൂ. ഫെവിക്കോൾ ആണെങ്കിൽ ഒരു 2 മിനിറ്റ് ഒന്ന് പിടിച്ച് തന്നാൽ മതി, അപ്പോഴേക്കും അത് ഒട്ടിക്കോളും. പിന്നെ നമുക്ക് ഒന്നില്ലെങ്കിൽ ലീഫ് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് പഴയൊരു ലീഫ് ഇവിടെ ഉണ്ടായിരുന്നത് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കട്ടെ.
അപ്പോൾ ദാ ഇതുപോലെ ഞാൻ എല്ലാം തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവറാണല്ലേ. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഫ്ലവർ വേസിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ വാങ്ങിയിട്ടായാലും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. പിന്നെ പുതുതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. ഇനിയിപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാൻ നോക്കാം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണേ, അല്ലെങ്കിൽ എനിക്ക് വരാനൊരു താല്പര്യം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.